പലതരത്തിലുള്ള അബോർഷനുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ബേസിക്കലി എന്താണ് ഈ അബോർഷൻ എന്ന് പറയുന്നത്? അബോർഷൻ തനിയെ സംഭവിക്കാം, അതേപോലെ നമുക്ക് അബോർഷൻ ചെയ്യുകയും ചെയ്യാം. അതിൽ അബോർഷൻ തനിയെ സംഭവിക്കുന്നത് കുഞ്ഞിന് ഏതെങ്കിലും രീതിയിൽ വളർച്ചയില്ലാണ്ടാവുക, അല്ലെങ്കിൽ തനിയെ തന്നെ ബ്ലീഡിങ്ങും പെയിനും ഒക്കെ ആയിട്ട് അങ്ങ് അബോർഷനായി പോവുക. പിന്നെ അതുപോലെ ഈ എന്തെങ്കിലും വൈകല്യമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിട്ട് കുഞ്ഞങ്ങനെ മരിച്ചങ്ങ് അമ്മയുടെ വയറ്റിൽ കിടക്കുക, ഇങ്ങനെയൊക്കെ വന്ന് തനിയെ അത് പുറത്ത് എക്സ്പെൽ ആവുന്നതിനാണ് നാം സാധാരണ അബോർഷൻ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് അബോർഷൻ എന്നൊക്കെ പറയുന്നത്. അത് കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏത് സ്ത്രീ കുട്ടികളുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഏത് പ്രായത്തിലുമൊക്കെ വരാവുന്ന ഒരു കാര്യമാണ്. മറിച്ച് അബോർഷൻ നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ, അതായത് ഒരു പ്രഗ്നൻസി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വേണ്ടാത്ത സമയത്ത് ഒരു പ്രഗ്നൻസി കിട്ടുകയാണെങ്കിൽ നാച്ചുറലി അവർ ചിന്തിക്കുന്നത് അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് അബോർഷൻ്റെ ഒരു പുറകിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ അതങ്ങ് ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിന് പല മാർഗങ്ങളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അബോർഷൻസിന് ചെയ്യുന്നതിന് പല രീതികളുണ്ട്. അബോർഷൻ അല്ലെങ്കിൽ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. അതിന് ഇന്ത്യയിൽ ഒരു നിയമം തന്നെയുണ്ട്. MTP ലോ എന്ന് പറഞ്ഞ ലോ തന്നെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പ്രകാരം ഏതൊക്കെ സമയത്ത് ഒരു ഗർഭം എത്ര വലുതായിട്ട് നമുക്ക് അബോർഷൻ ചെയ്യാം, എത്ര വരെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം, എന്തൊക്കെ മെഡിക്കൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്, സർജിക്കൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതുപോലെ ഈ അബോർഷൻ ലോ, ഇന്ത്യയിലെ അബോർഷൻ ലോ പ്രകാരം തന്നെ ആദ്യ 3 മാസങ്ങളിലെ അബോർഷന് പ്രത്യേകിച്ച് വലിയ മാനദണ്ഡങ്ങളൊന്നുമില്ല. പക്ഷേ 6 മാസം വരെ അബോർഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. 6 മാസത്തിന് ശേഷം ഒരു സ്ത്രീക്ക് അബോർഷൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഗർഭം അലസിച്ച് കളയണം, വേണ്ട എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മെഡിക്കൽ ബോർഡ് കൂടി തീരുമാനിക്കണം. ആ ഗർഭം മുമ്പോട്ട് പോകുന്നത് അമ്മയ്ക്കോ കുഞ്ഞിനോ ദോഷകരമാണ് എന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുന്ന സാഹചര്യങ്ങൾ മാത്രമേ നമുക്ക് ഒരു 6 മാസത്തിന് ശേഷം ഒരു ഗർഭം അലസിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇന്ത്യയിലെ നിയമപ്രകാരം. അപ്പോൾ ഈ 6 മാസത്തിനകത്തുള്ള അബോർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുതിയ നിയമങ്ങൾ, പുതിയ MTP ലോയൊക്കെ വന്നതിന് ശേഷം സ്ത്രീയുടെ പ്രായപൂർത്തിയായ സ്ത്രീ ആണെങ്കിൽ, 18 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ, വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും ശരി, അവരുടെ മാത്രം സമ്മതം മതി ശരിക്കും പറഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള ഒരു ഗർഭം അലസിപ്പിക്കൽ പ്രക്രിയയിലേക്ക് പോകണമെങ്കിലും. ഇതും അതുപോലെ തന്നെ ഇത് ആര് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ആ കൃത്യമായ നിബന്ധന ഈ ലോയിലുണ്ട്. അതായത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ വിത്ത് ഗൈനക്കോളജി എക്സ്പീരിയൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ്, ഇത്ര വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നൊക്കെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ മാത്രമേ അബോർഷൻ്റെ മെഡിസിൻ കൊടുക്കുകയും അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രമേ അബോർഷൻ്റെ മെഡിസിൻസ് ആയാലും അല്ലെങ്കിൽ അബോർഷന് വേണ്ടിയിട്ടുള്ള DNC എന്നൊക്കെ പറഞ്ഞ ക്ലീനിങ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അങ്ങനെയുള്ളവരെ മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പം അബോർഷന് ആരെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും സംഭവിക്കുന്നത് ഇത് കൃത്യമായി ഗർഭം അലസി പോവുകയില്ല, അത് ഉള്ളിൽ കിടന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അതേപോലെ ഭാവിയിൽ ഇടവിട്ടുള്ള ബ്ലീഡിങ്, ഭാവിയിൽ അവർക്കൊരു ഗർഭം നല്ല രീതിയിൽ കിട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ, വന്ധ്യത, ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കൃത്യമായ ഒരു അബോർഷൻ ഗർഭം അലസിപ്പിക്കാനുള്ള ചികിത്സ കൃത്യമായി നൽകാൻ കഴിയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുന്നതാണ് നല്ലതും. ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഉപദേശപ്രകാരം മാത്രമേ അബോർഷൻ പ്രക്രിയകളിലേക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യാവൂ. അപ്പോൾ എന്തൊക്കെയാണ് മെത്തേഡ്സ്? സാധാരണ ഗൈനക്കോളജിസ്റ്റുകൾ കൊടുക്കുന്ന മെത്തേഡ്സ് 2 എണ്ണമാണ്. ഒന്ന് മെഡിക്കൽ മെത്തേഡ്സും ഒന്ന് സർജിക്കൽ മെത്തേഡ്സും. മെഡിക്കൽ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ നൽകുക, സർജിക്കൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ശസ്ത്രക്രിയ. അപ്പം മെഡിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 തരത്തിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. 2 ഇനത്തിൽപ്പെട്ട മരുന്നുകളാണ് സാധാരണ. ആദ്യത്തെ അതിനും കൃത്യമായ ഒരു കണക്കുണ്ട്. അതായത് 7 ആഴ്ച അല്ലെങ്കിൽ 49 ദിവസം വരെ മാത്രമേ ഈ മരുന്നുകൾ കൊടുക്കാവൂ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നുകൾ കൊടുത്താൽ ആ സമയത്തിനുള്ളിൽ, ആ ഒരു കാലാവധിക്കുള്ളിൽ മാത്രമാണെങ്കിലേ ആ മരുന്നുകൾ കൊണ്ട് ഇത് ഗർഭം അലസി പോവുകയുള്ളൂ, അല്ലെങ്കിൽ പോകത്തില്ല എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കി കിടക്കും, പിന്നെ അത് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കും. അതേപോലെ തന്നെ ഈ ഒരു 6-7 ആഴ്ച കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് DNC അല്ലെങ്കിൽ മയക്കം കൊടുക്കാതെ എങ്ങനെയാണെങ്കിലും അത് യൂട്രസിനകത്തുനിന്ന് ക്ലീൻ ചെയ്ത് ആ ഗർഭം കളയുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള 2 മെത്തേഡ്സാണ് ഒരു 3 മാസം വരെ ഉള്ളത്. ഇനി 3 കഴിഞ്ഞാൽ, ചിലപ്പോൾ നിർഭാഗ്യവശാൽ 3 കഴിഞ്ഞ് പോയെന്നിരിക്കാം. 3 കഴിഞ്ഞ് പോയാൽ 3-നും 6-നും ഇടയ്ക്കാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു സാധാരണ ഒരു സ്ത്രീ പ്രസവിച്ച് കളയുന്ന പോലെ ഒരു പ്രസവം പോലെ, ഒരു പ്രസവത്തിൻ്റെ ഒരു ചെറിയ രൂപം, അതേപോലെ ആണ് ആ ഒരു കാലഘട്ടത്തിൽ 4 തൊട്ട് 6 വരെയുള്ള കാലഘട്ടത്തിൽ
നമ്മൾ പ്രസവ വേദന വരാൻ വേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കും. അതേപോലത്തെ മരുന്നുകൾ കൊടുത്തിട്ടാണ് ആ ഗർഭം അലസിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ആ ഗർഭം പ്രസവിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കാരണം കുഞ്ഞ് കുറച്ചുകൂടെ ഒരു രൂപം പ്രാപിക്കും, കുറച്ചുകൂടെ വലിപ്പം വയ്ക്കും എന്നുള്ളത്. ഇങ്ങനെയാണ് ആ ഒരു അബോർഷൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ, ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് പലപ്പോഴും പല മരുന്നുകളും ഇന്ന് ഓവർ ദ കൗണ്ടർ ലഭ്യമാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചതായിട്ടുള്ള അറിവും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻസും ഒക്കെ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടിയെന്നിരിക്കാം. അല്ലെങ്കിൽ മുറി അറിവുള്ള ആളുകൾ ചിലപ്പോൾ ഈ മരുന്നുകൾ ഇന്ന മരുന്ന് ഉപയോഗിച്ചാൽ മതി അബോർഷന് എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അബോർഷൻ്റെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകളാണ്. വളരെ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഇത്തരം മരുന്നുകൾ. അല്ല ദൈനംദിന ജീവിതത്തിൽ നിത്യേന കഴിക്കാനുള്ള സാധനങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വളരെ ഹൈ ഡോസിലുള്ള മെഡിസിൻസാണ്. കാരണം ഒരു ജീവനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് അത്രമാത്രം വലിയ ഡോസിൽ കൊടുക്കുന്ന മരുന്നുകളാണ്. ഈ മരുന്നുകൾ പലർക്ക് പല രീതിയിലായിരിക്കും റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. ചിലരുടെ ഹാർട്ടിൻ്റെ താളക്രമങ്ങളെ തന്നെ മാറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അതേപോലെ തന്നെ ഭയങ്കരമായ വയറിളക്കവും ഛർദിയും തളർച്ചയും ക്ഷീണവും, ഇങ്ങനെ മരുന്നിന് തന്നെ അലർജി, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ മരുന്നുകൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം ആ രോഗിക്ക് പറ്റുന്നതാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർമാർ ഇത് നൽകുന്നത്. ചില ഹോസ്പിറ്റലാണെങ്കിൽ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്ത് തന്നെ ഒബ്സർവ് ചെയ്തും കൊടുക്കാറുണ്ട്. കാരണം എന്തെങ്കിലും റിയാക്ഷനോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഗർഭം അലസി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ബ്ലീഡിങ്ങും വേദനയും, സാധാരണ നമുക്കൊരു പീരീഡ്സിന് വരുന്നതിൻ്റെ ഒരു 4 ഇരട്ടി വേദനയോ ബ്ലീഡിങ്ങോ ആയിട്ടാണ് ഇത് ഗർഭം അലസി പോകുന്നത്. അപ്പോൾ അതും എല്ലാവർക്കും താങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ചിലർക്ക് തളർച്ച വന്നെന്നിരിക്കാം, തലറിഞ്ഞ് വീണെന്നിരിക്കാം, BP കുറഞ്ഞെന്നിരിക്കാം, ഇങ്ങനെ അമിതമായ ബ്ലീഡിങ് വന്ന് അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം. ഇതെല്ലാം തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യമായ ഡോസിൽ കൊടുക്കണം. ഓരോരുത്തരുടെയും ശരീരത്തിലെ തൂക്കവും ഭാരവും എല്ലാം വെച്ചിട്ട് ഗർഭത്തിൻ്റെ വളർച്ച വെച്ചിട്ട് കൃത്യമായ ഡോസും കാര്യങ്ങളും കൃത്യമായ രീതിയിൽ കൊടുത്താൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുള്ളൂ. ഇതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് ഗർഭം എവിടെയാണ് എന്നറിഞ്ഞിരിക്കണം. കാരണം നമുക്കിപ്പോൾ ഒരു ഗർഭം ഒരാൾ പോസിറ്റീവായി ഇപ്പോൾ എല്ലാവരും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ β-HCG എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇതൊക്കെ പോസിറ്റീവായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കൊരു ഗർഭമായി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ആ ഗർഭം എവിടെയാണ് എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ള വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഗർഭം വേണമെങ്കിൽ നമുക്ക് ട്യൂബിലാകാം, ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ട്യൂബിൻ്റെ പുറത്ത് മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെ ഈ ഗർഭം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ യൂട്രസിനകത്താണോ ഗർഭം, ആ ഗർഭത്തിൻ്റെ വളർച്ച എത്രയായി, എങ്ങനെയൊക്കെയുണ്ട് അതിൻ്റെ രൂപവും ഭാവവും കാര്യങ്ങളും എല്ലാം, ഇരട്ടക്കുട്ടികളാണോ, ഇങ്ങനെയൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് കൃത്യമായിട്ടൊരു സ്കാൻ ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പ്രത്യേകിച്ച് ട്യൂബൽ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ ഈ അബോർഷൻ്റെ മരുന്നുകൾ കൊടുത്താൽ ബ്ലീഡിങ് വന്നെന്നിരിക്കും, പക്ഷേ യൂട്രസിനകത്തുനിന്ന് ബ്ലീഡിങ് വരും, പക്ഷേ ഈ ട്യൂബിനകത്തിരുന്ന് ഗർഭം പോകത്തുമില്ല, അത് വളരുകയും ചെയ്യും. ആ വളർന്ന് ട്യൂബ് പൊട്ടി വയറിനകത്തേക്ക് രക്തസ്രാവം ഉണ്ടായി രോഗി തന്നെ മരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കോംപ്ലിക്കേഷൻസ് അതിനും വരാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. സ്കാൻ ചെയ്ത് ഗർഭം എവിടെയാണ്, അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നിട്ട് വേണം ഈ മരുന്നുകൾ ഉപയോഗിക്കാനും മരുന്നുകൾ കഴിക്കാനും ഒക്കെ. അതുപോലെ തന്നെ ഈ മരുന്നുകളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഒക്കെ തിരിച്ച് വന്ന് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കണം. കാരണം ചിലപ്പോൾ ഈ മരുന്ന് കൊണ്ടൊന്നും അബോർഷനായി പോകണമെന്നില്ല, പിന്നെയും ഈ ഗർഭത്തിൻ്റെ അംശങ്ങളൊക്കെ ഉള്ളിൽ കിടക്കാം. അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും അണുബാധ ഉണ്ടാക്കാനും ഗർഭപാത്രം തന്നെ നശിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും അബോർഷൻ ഒരിക്കലും നല്ലൊരു കാര്യമല്ല. ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റ് ആരും തന്നെയും അത് പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ആ വാക്ക് കേൾക്കുമ്പോൾ വളരെ ചെറുതെന്ന് തോന്നിയാൽ പോലും അത് വലിയൊരു നമ്മുടെ ശരീരത്തിന് മറ്റേതൊരു അസുഖത്തിനേക്കാളും തന്നെ വളരെ ദൂരവ്യാപകമായിട്ടും അപ്പോഴുണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അബോർഷൻ എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കുക. അല്ലെങ്കിൽ അത് നമുക്കൊരു പ്രഗ്നൻസി വേണം എന്ന് തോന്നുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവുക. അനാവശ്യമായ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് കഴിവതും ഒഴിവാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അഥവാ നമുക്കൊരു പ്രഗ്നൻസി അങ്ങനെ ആയിപ്പോകുന്നു, നമുക്ക് അൺവാണ്ടഡ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് കൃത്യമായിട്ടൊരു സ്കാൻ പരിശോധന ചെയ്ത് കൃത്യമായ മരുന്നുകളും അവർക്ക് എന്താ വേണ്ടത്, അവരുടെ ഗർഭകാലമെല്ലാം നോക്കിയിട്ട് അവർക്ക് എന്താ ചികിത്സ വേണ്ടത്, മരുന്നുകളാണോ മറ്റോ ശസ്ത്രക്രിയ മാർഗത്തിലൂടെ അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കളയലാണോ, എന്താ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട നിജമായ ഒരു തീരുമാനം എടുക്കുന്നതാണ് തീർച്ചയായിട്ടും അബോർഷൻ അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കൽ എന്ന കാര്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്.
പലപ്പോഴും ഈ ഓരോ പ്രഗ്നൻസിയിൽ ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് ഈ മരുന്നിൻ്റെ ഡോസ് നിശ്ചയിക്കുന്നത്. അപ്പം ആദ്യ മാസങ്ങളിലാണെങ്കിൽ ഇത്ര ഡോസ്, 4 മാസം കഴിയുമ്പോൾ ഇത്ര ഡോസ്, അങ്ങനെ ഒരു രീതിയുണ്ട്. 4 മാസം കഴിഞ്ഞാൽ നമ്മൾ പ്രസവം പോലെ പ്രസവിച്ച് കളയുകയാണ് വേണ്ടത്. അപ്പോൾ ഈ മരുന്ന് ചിലപ്പോൾ 4 മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ട് ഒക്കെയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായ തോതും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ മെഡിസിൻസ് എടുക്കണം. കാരണം ഈ മെഡിസിൻസ് എല്ലാം തന്നെ വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കാവുന്ന മെഡിസിൻസാണ്. അപ്പോൾ അതുകൊണ്ടത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സോ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്, അതേ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അതേപോലെ നമുക്ക് ഉപയോഗിക്കുക, വാങ്ങിക്കുക, കഴിക്കുക, അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കുക, ഇത്തരം പ്രവണതകളൊന്നും തന്നെ നല്ലതല്ല. കാരണം ചിലപ്പോൾ ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അമിതമായ ബ്ലീഡിങ് ഉണ്ടാക്കാം, ചിലപ്പോൾ മരുന്നിന് റിയാക്ഷൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചത് കൊണ്ട് മറ്റ് പ്രശ്നമുണ്ടായി, ഭയങ്കരമായ ഛർദി, വയറിളക്കം, അങ്ങനെ ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി, ക്ഷീണതകൾ വരാം. എന്തെങ്കിലും ഹാർട്ടിന് തകരാറുകളുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഹാർട്ടിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം. അത് കൃത്യമായ തോതിൽ എടുത്തില്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് പുറത്ത് പോകത്തില്ല. പൂർണ്ണമായിട്ട് പോകാണ്ട് ബാക്കി ഉള്ളിൽ കിടന്ന് അതുകൊണ്ട് അണുബാധകളും പിന്നീട് വന്ധ്യതയും പെൽവിക് ഇൻഫെക്ഷൻസും അങ്ങനെയുള്ള ഗർഭാത്ര സംബന്ധമായ കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അബോർഷൻ കൊണ്ട് നമ്മുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുകയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് ഒരു നോർമലി ഏത് രീതിയിലുള്ള ഒരു അബോർഷൻ കഴിഞ്ഞിട്ടായാലും അടുത്തൊരു പ്രഗ്നൻസി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ, അവർക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മിനിമം 2-3 മാസം കഴിഞ്ഞേ ട്രൈ ചെയ്യാവൂ എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നീട് അവർക്കൊരു നോർമൽ ലൈംഗിക ബന്ധം 1 മാസമെങ്കിലും കഴിയാതെ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ചിലപ്പോൾ ഈ 1 മാസം കാലയളവിൽ വീണ്ടും ചിലപ്പം ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാം, പ്രത്യേകിച്ച് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ. അതുമാത്രമല്ല, ഏതെങ്കിലും രീതിയിലുള്ള അണുബാധകളൊക്കെ ഉള്ളിൽ പോകാനും ഒക്കെ സാഹചര്യമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും 1 മാസത്തേക്ക് ലൈംഗിക ജീവിതമൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ചെറിയൊരു മിനിമം റെസ്റ്റ്, കെയർ ഒക്കെ കിട്ടുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് 4 മാസം കഴിഞ്ഞുള്ള അബോർഷനൊക്കെ ആണെങ്കിൽ ചെറിയൊരു പ്രസവത്തിൻ്റെ പോലത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് കുറച്ച് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആ സ്ത്രീക്ക് കിട്ടുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തിലേക്കെങ്കിലും.